ഇപ്പോൾ ഞാൻ 12 കാര്യങ്ങൾ ചെയ്തു. അതിനകത്തൊന്നും സക്സസ് സമയം പോയി, പക്ഷേ ലാൻഡ് ചെയ്ത് സക്സസ് ആവാൻ പറ്റില്ല. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് കുറേ കാര്യങ്ങളുണ്ട്. പിടിച്ചിരുത്തി എന്നോട് കുറേ കാര്യങ്ങൾ, ജീവിതത്തിൽ വിജയിക്കണ എന്തൊക്കെ വേണം, നിൻ്റെ ചിന്താഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലതൊക്കെ പെയിനായിരുന്നു. അപ്പോൾ എന്നോട് അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞത്, നിനക്ക് ജീവിതത്തിൽ വിജയിക്കണ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ നിൻ്റെ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിനെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യണം. ഗ്രീൻ എനർജി ദ ബെസ്റ്റ്. കാരണം അത്യാവശ്യം ആൾ ലേൺ ചെയ്തൊരു വ്യക്തിയാണ്. അത്യാവശ്യം ഒരു ഫോർസൈറ്റ് വിഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇനി അടുത്തൊരു 10, 30, 40 വർഷത്തേക്ക് ഇതിൻ്റെ ഒരു യുഗമാണ് വരാൻ പോകുന്നത്. ചേട്ടൻ പഠിപ്പിച്ചിരുന്ന കുറേ ടെക്നിക്സ് ഉണ്ടായിരുന്നു. ആ ടെക്നിക്സ് എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എൻ്റെ റിസൾട്ടിൽ എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ വില ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും എവിടെ തടഞ്ഞു നിൽക്കേണ്ടി വന്നില്ല. സംരംഭം തുടങ്ങാനിരിക്കുന്നവരാണ് സ്പാർക്ക് സ്റ്റോറീസ് കോഫി വിത്ത് ഷമയും അധികവും കാണുന്നത്. അതിനോടൊപ്പം തന്നെ സംരംഭം നടത്തി അത് വിജയിപ്പിക്കാനും വളർത്താൻ ആഗ്രഹമുള്ളവർ. പലപ്പോഴും സംരംഭമോഹികളും സംരംഭം വളർത്താൻ ആഗ്രഹമുള്ളവരും ചില പാഠങ്ങൾ പഠിച്ചേ പറ്റുകയുള്ളൂ. ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ടോ, അതിന് ക്ഷമയുണ്ടോ, ചിലപ്പോൾ പരാജയങ്ങളുണ്ടാവും. ആ പരാജയങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന് അത് വളർത്താനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു സംരംഭകൻ, അദ്ദേഹം നിരവധി പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു കർമ്മമേഖല കണ്ടെത്തുന്നു, അത് ഭാവിയുടെ ഒരു വലിയ പ്രോഡക്റ്റ് ആവും എന്ന് തിരിച്ചറിയുന്നു, അതിനെക്കുറിച്ച് ഗഹനമായി പഠിക്കുന്നു, ക്ഷമ കാണിക്കുന്നു. വൈകിയില്ല, അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമായിരുന്നു. സൂര്യ തേജസ്സോടെ ആ നാമം കടമെടുത്തുകൊണ്ട് ഇന്ന് അദ്ദേഹം കണ്ടെത്തിയ കർമ്മമേഖല സോളാറാണ്. സ്പാർക്കുള്ള ഈ കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് ശരത്താണ്. ശരത്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. ശരത്തിൻ്റെ നാട് എവിടെയാണ്? നാട് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ഇടവിലങ്ങ് എന്ന സ്വദേശത്താണ്. പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചതൊക്കെ ഇടവിലങ്ങ് ഗവൺമെൻറ് സ്കൂളിലാണ്. പിന്നെ അതുപോലെ തന്നെ പ്രീ ഡിഗ്രി ഒക്കെ വന്നത് SN കോളേജ് മാലിങ്കര, ഡിഗ്രി ലക്ഷ്മി കോളേജ് പുറവൂർ. താങ്കളുടെ ഫാമിലിയിൽ ആരെങ്കിലും ബിസിനസ്സിലുണ്ടോ? ഫാമിലി ജനിച്ചു വരുമ്പോൾ തന്നെ ബിസിനസ് കണ്ടുകൊണ്ടാണ്, ഓർമ്മയുള്ള കാലം മുതൽ. അത് ശരി. അപ്പോൾ പിതാവ് എന്താ ചെയ്തിരുന്നത്, അച്ഛനെന്താ ചെയ്തിരുന്നത്? ഞാൻ ഓർമ്മയുള്ള സമയത്ത് വീട്ടിൽ തറവാട്ടിൽ 15ഓളം അംഗങ്ങളുണ്ടായിരുന്നു, ചേട്ടനിയന്മാരൊക്കെ കൂടിയിട്ട്. വലിയ തറവാടാണ്? വലിയ തറവാടായിരുന്നു. അതിൽ ഓർമ്മ വെച്ച സമയത്ത് കൊപ്രക്കളം ഉണ്ടായിരുന്നു, ചായക്കട ഉണ്ടായിരുന്നു, സൈക്കിൾ കട ഉണ്ടായിരുന്നു. ബിസിനസ്സിൽ പിതാവൊക്കെ ബിസിനസ്സിൽ തന്നെയായിരുന്നു. അവർ ഞാൻ ജനിച്ച് വരുന്ന സമയത്ത് 15ഓളം അംഗങ്ങളുണ്ടായിരുന്നു തറവാട്ടിൽ. അവർക്ക് പലചരക്ക് കട, സൈക്കിൾ കട, കൊപ്രക്കളം, ചായക്കട, ഇത്രയും കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓർമ്മ വെച്ച കാലം തുടങ്ങി കാണുന്നത്. പിന്നെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാനും ആ ബിസിനസ്സിൽ അച്ഛൻ്റെ ഒപ്പം കുറച്ച് നേരം അവിടെ പോയിരിക്കും. അതാണ് ബിസിനസ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പഠിക്കാനും എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാമെന്നൊക്കെ കുറേയൊക്കെ അവിടെ നിന്നാണ് പഠിച്ചത്. താങ്കളുടെ ബിസിനസ്സിൻ്റെ പഠനം അവിടെ നിന്ന് തുടങ്ങിയെങ്കിൽ ചെറുപ്രായത്തിൽ ബിസിനസ് എന്തെങ്കിലും ചെയ്ത് നോക്കിയിരുന്നോ? ഇല്ലില്ല, ബിസിനസ് ഒന്നും ചെയ്ത് നോക്കിയില്ല. അച്ഛന് സൈക്കിൾ കട ഉണ്ടായതിൻ്റെ വലിയ ഒരുപാട് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ നോർമലി ചിലപ്പോൾ ഞാൻ സൈക്കിളൊക്കെ എടുത്തിട്ട് വേറെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കൂടിയിട്ട് അവിടെ കൊണ്ട് വാടകയ്ക്ക് കൊടുക്കും. അല്ലാതെ വേറെ ബിസിനസ് ചെയ്തിട്ടില്ല. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴോ? ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഐ തിങ്ക് ഒരു ഫ്രണ്ട് എന്നെ കണക്ട് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷനിൽ കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ കുറേ ബുക്സുകൾ വായിക്കുക, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, ആ ഒരു ആക്ടിവിറ്റിയിൽ വരുമായിരുന്നു. പിന്നെ ഏകദേശം ഫസ്റ്റ് ഞാനൊരു എൻട്രി ചെയ്ത ബിസിനസ് ഒരു റെൻ്റ് ബൈക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയിലേക്ക് ഇറങ്ങി. ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ഇത് കടമെടുത്ത് വേറെ ആൾക്കാർക്ക് കൊടുക്കുക, ആ ഒരു രീതിയിൽ. പിന്നെ നമുക്കൊരു പോക്കറ്റ് മണി, ചെറിയ പോക്കറ്റ് മണി. ഓക്കെ. റെൻ്റേ കാർ, അതിന് ശേഷം റെൻ്റേ കാർ എടുത്തു തുടങ്ങി. അപ്പോൾ ചില ആൾക്കാർ പറയും ഒരു ദിവസത്തേക്ക് റെൻ്റ് എടുക്കുക, അപ്പോൾ ഡ്രൈവർ ഇനി വേറെ വിളിക്കേണ്ട, നിനക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കും. നമ്മൾ ഫ്രീ ആണ്, വണ്ടി ഓടിക്കാൻ അറിയാം, അപ്പോൾ ഡ്രൈവറായിട്ടും പോവും. അങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഒരു ഇൻകം പേഴ്സണലി സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരു മേഖലയിലാണ്. പിന്നീട് പഠനം കഴിഞ്ഞ ആദ്യം എന്താ ചെയ്യുക? അതിനിടയിൽ വേറെ വല്ല ബിസിനസ് ഒക്കെ ചെയ്ത് നോക്കിയോ? പിന്നെ പഠനം കഴിഞ്ഞ് പിന്നെ ചെയ്ത CD കട തുടങ്ങി ഫ്രണ്ട്സായിട്ട്. CD കട അന്നത്തെ കാലത്ത് ഒരു ക്രേസ് ആയിരുന്നു. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 800-850 സിനിമ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് CD. ഒരു 2-3-4 വർഷം കൊണ്ട് ഏകദേശം ഒരു 5000-ഓളം സിനിമകളായി. കാരണം കിട്ടിയ പൈസ മുഴുവൻ അതിൻ്റെ അകത്ത് തന്നെ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് 5000 സിനിമ ആയപ്പോഴത്തേക്കും CD എന്ന് പറഞ്ഞ സംഭവം
ഔട്ടായി. നമ്മൾ പെൻഡ്രൈവ് ഒക്കെ വന്നു, പെൻഡ്രൈവ് ഒക്കെ വന്നു. ഡൗൺലോഡ് ചെയ്യാൻ അപ്പോൾ CD മുഴുവനും എടുത്തിട്ട് തെങ്ങ് തടത്തിൽ തടമെടുത്ത് കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് മൂടി. അപ്പോൾ അതിന് മൂലധനം എവിടെ നിന്നായിരുന്നു? മൂലധനം എന്ന് പറയുന്നത് നിസ്സാര എമൗണ്ട് വന്നിരുന്നുള്ളൂ. കാരണം ഒരു 800 സിനിമ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 800 CD കാശ് അത് വന്നു. വീട്ടിൽ നിന്ന് വല്ല പൈസ വാങ്ങിച്ചിരുന്നു അന്ന്? വീട്ടിൽ നിന്ന് ഒരു അന്ന് എനിക്ക് തോന്നുന്നു 25,000 രൂപ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ട്. കാരണം ഒരാൾക്ക് നേരെ ചെന്ന് കിട്ടില്ല. അപ്പോൾ ആ കാശ് മുഴുവൻ പോയി കിട്ടി. കാശ് പോയി കിട്ടിയെന്ന് വെച്ചാൽ 4-5 വർഷം കൊണ്ട് അത് പോയി കിട്ടി. പ്രത്യേകിച്ച് വീട്ടിലേക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്ത് ബിസിനസ് ട്രൈ ചെയ്ത്? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഡാറ്റ എൻട്രി. നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണ്. ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഡാറ്റ എൻട്രി നല്ലതാണ്, അപ്പോൾ വീടുകളിൽ കമ്പ്യൂട്ടർ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടേക്ക് കൊടുത്ത് ചെയ്യിപ്പിച്ച് തന്നാൽ മതി, ഒരു പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഒരു ഓഫീസ് പോലെ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് അറിയാത്തൊരു മേഖലയാണ്. ഞാൻ സ്റ്റഡിയിലായിരുന്നില്ല, ആ വ്യക്തി സ്റ്റഡിയിലായിരുന്നു. പക്ഷേ അതൊരു 6 മാസം കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വന്നു. കുറച്ച് പൈസ നഷ്ടമായി. കുറച്ച് പൈസ നഷ്ടമായെന്നല്ല, ഒരു 2-3 വർഷം ആ പൈസയുടെ കടം വീട്ടാൻ വേണ്ടി എടുത്തു. ഇപ്പോഴും എനിക്കറിയില്ല ആരൊക്കെയോ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 15 വർഷം മുമ്പുള്ള കേസാണ്. കഴിഞ്ഞ മാസം പോലും അതിൻ്റെ ഒരു 3,500 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കറിയില്ല ആരൊക്കെ, കാരണം ആളൊക്കെയിൽ പൈസ കൊണ്ട് ഏൽപ്പിച്ച ആൾക്കാരുണ്ട്. എൻ്റെ കിട്ടിയാൽ വലിയൊരു സ്കാമായിരുന്നു. അത് നമുക്കറിയാതെ പോയി പെട്ടതാണ്. അങ്ങനെ എത്ര ബിസിനസ് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു 12ഓളം ബിസിനസ് ചെയ്തിട്ടുണ്ട്. 12ഓളം ബിസിനസ് നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. പരിചയപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. പഠിക്കായിരുന്നു. ഒരെണ്ണത്തിൽ മാത്രമേ പൈസ പോയുള്ളൂ, ബാക്കി നമുക്ക് സമയം പോയത്. പൈസ പോയിട്ടില്ല, പക്ഷെ അതിൻ്റെ അകത്ത് ലേൺ ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാലും സമയം തന്നെയാണ്, ചെറുപ്രായമാണെന്ന് അല്ലേ? സമയം തന്നെയാണ്. പക്ഷെ ആ ലേണിംഗ് ആണ് എനിക്ക് വളരെ ഇപ്പോൾ ഉപകാരപ്പെട്ടത്. അങ്ങനെ 12 ബിസിനസ്സിന് ശേഷം തൊഴിൽ എന്തെങ്കിലും ചെയ്തു? തൊഴിൽ ഞാൻ ലാസ്റ്റ് ഒരു 5 വർഷക്കാലം റിലയൻസിലായിരുന്നു. റിലയൻസിൽ മൊബൈലിൻ്റെ കണക്ഷൻ സെല്ലിംഗ് ആയിരുന്നു. അത് നല്ല ഹാർഡ് കോർ സെല്ലിംഗ് ആണ്. അത് നല്ല ഹാർഡ് കോർ സെല്ലിംഗ് ആണ്. നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ റിലയൻസിൽ നിന്ന്? തീർച്ചയായിട്ടും. അത് പോസ്റ്റ് പെയ്ഡ് ആണ് നമ്മൾ സെല്ല് ചെയ്തിരുന്നത്, പ്രീപെയ്ഡ് അല്ല. അതാണ് പോസ്റ്റ് പെയ്ഡ് സെല്ല് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിരുന്നു. 5 കൊല്ലത്തെ സെല്ലിംഗ് എക്സ്പീരിയൻസ് ആയി. പക്ഷേ പിതാവിൻ്റെ രക്തമാണ് സംരംഭകനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പുറത്തേക്ക് വന്നോ? പിന്നെ തീർച്ചയായിട്ടും അത് ഒന്ന് നമുക്ക് മനുഷ്യനെ ഡീൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും സെല്ല് ചെയ്യാൻ പറ്റും. നമ്മളെ വിശ്വാസം ഉണ്ടായാൽ സെല്ല് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം വന്നു. അത് നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അത് എനിക്കത് ദൈവസഹായം കൊണ്ട് അച്ഛനത് ചെറുപ്പത്തിൽ എനിക്ക് പഠിപ്പിച്ചെന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെയധികം ഉപകാരപ്പെട്ടു. അങ്ങനെ താങ്കളൊരു സംരംഭകനാണെന്ന് തീരുമാനിച്ചു. അതിനിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടായി. ഒരു സുഹൃത്താണ് ആ സ്പാർക്ക് ഉണ്ടാക്കിയത്. എന്തായിരുന്നു അത്? അത് 2012 കാലത്താണ്. അപ്പോൾ നമുക്കറിയാം ഇത് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കണം. 2012 നോക്കുമ്പോൾ എനിക്കൊരു 30-31 വയസ്സായി. 30 വയസ്സായി. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി. കല്യാണം കഴിച്ചിട്ടില്ല, വീട് വെച്ചിട്ടില്ല, പഴയ ബൈക്ക് തന്നെ എപ്പോഴും നടക്കണത്. ആഗ്രഹങ്ങളുണ്ട്, നല്ലൊരു വീട് വെച്ച് കാറ് മേടിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കണം. കൂട്ടുകാരൊക്കെ കല്യാണവും കഴിഞ്ഞു. ആ സമയത്ത് കൂട്ടുകാരൊക്കെ കല്യാണം കഴിഞ്ഞ് പലരും സെറ്റിൽഡായി. അപ്പോൾ പല കല്യാണങ്ങളൊക്കെ വിളിക്കുമ്പോൾ പോകാൻ പടിയായി തുടങ്ങി. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കുന്നത് നമ്മളെവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 2012 ഒരു ഓർഗനൈസേഷൻ ഒരു പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി, അതായത് ഇനി വരാൻ പോകുന്ന വലിയ വലിയ മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടുത്തി തരാനും, നമ്മൾക്ക് ഏതെങ്കിലും ഒരു മേഖല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഡയറക്റ്റ്ലി ചോദിച്ച് ഇപ്പം എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നേരെ അങ്ങോട്ട് ബൈക്ക് എടുത്ത് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ 8ഓളം മേഖലകൾ നമ്മൾ പരിചയപ്പെടുത്തി തന്നു. അതിനകത്ത് ഫുഡ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ നോക്കില്ല, എല്ലായിടത്തും ഹോട്ടലായി. അത് അന്ന് അവർ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ടെലി ക്ലാസ് റൂം, ട്യൂഷൻസ്, പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, സോളാർ. അപ്പോൾ നോക്കണ സമയത്ത് സോളാറിൽ 2-3 ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പരിചയമുള്ളവരായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വിശ്വാസമായി കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും സോളാറും കുഴപ്പമില്ല, വാട്ടർ ട്രീറ്റ്മെൻറ്റ് കുഴപ്പമില്ല. അപ്പോൾ രണ്ടിൽ ഏത് വേണമെന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഫാമിലി സുഹൃത്തുണ്ട്. ആ സുഹൃത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നു. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ സോളാർ ഇൻഡസ്ട്രി ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ്, ഗ്രീൻ എനർജിയാണ്. കാരണം ഒന്നാമത്തെ കാര്യം അതൊരു എനർജിയാണ്. അത് നമ്മളൊന്ന് പ്ലഗ് ഇൻ ചെയ്താൽ അത് എനർജി ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് പൊക്കോളും.
അപ്പോൾ നല്ലൊരു ബിസിനസ് മേഖലയാണ്, ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഫ്യൂച്ചറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ ഒരു മേഖല ചൂസ് ചെയ്യാനാണ് ഫസ്റ്റ് തീരുമാനിച്ചത്, സോളാറിലേക്ക് വരാം. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു 12 കാര്യങ്ങൾ ചെയ്തു, അതിനകത്തൊന്നും സക്സസ് സമയം പോയി, പക്ഷേ ലാൻഡ് ചെയ്ത് സക്സസ് ആവാൻ പറ്റില്ല. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞത് കുറേ കാര്യങ്ങളുണ്ട്. പിടിച്ചിരുത്തി എന്നോട് കുറേ കാര്യങ്ങൾ, ജീവിതത്തിൽ വിജയിക്കണേ എന്തൊക്കെ വേണം, നിൻ്റെ ചിന്താഗതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലതൊക്കെ പെയിനായിരുന്നു. അപ്പോൾ എന്നോട് അതിൻ്റെ അകത്തൊരു കാര്യം പറഞ്ഞത്, നിനക്ക് ജീവിതത്തിൽ വിജയിക്കണേ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ നിൻ്റെ ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സിനെ ജസ്റ്റ് അവോയ്ഡ് ചെയ്യണം. അതെനിക്ക് മനസ്സിലായി. അതിൻ്റെ സയൻസ് പിന്നെയാണ് മനസ്സിലായത് എന്തിനാ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. എന്നിട്ട് ആൾ പറഞ്ഞത് സ്നേഹം വേണ്ടാന്നോ അവരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ പോകണ്ടെന്നല്ല പറഞ്ഞത്, തൽക്കാലത്തേക്ക് ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഒന്ന് കട്ട് ചെയ്യണം. നീ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ആയിക്കഴിഞ്ഞാൽ നീ വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പ്രശ്നമില്ല, പക്ഷെ അതുവരെ നീ ഒന്ന് ഡിറ്റാച്ച് ചെയ്യണം. പിന്നെ അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ, നിനക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വാട്ട് യു വാണ്ട്, നിനക്ക് എന്താ വേണ്ടത് ആയതിനാ അത് കണ്ടെത്ത്. പല ആൾക്കാരും ഓടിക്കൊണ്ടിരിക്കുന്നത് റഡാറില്ലാത്ത കപ്പൽ പോലെയാണ്, എവിടേക്ക് എത്തണം എന്നൊരു ലക്ഷ്യമില്ല. നിനക്കറിയാം ലക്ഷ്യബോധം വേണമെന്നൊക്കെ അറിയാം, പക്ഷേ ഇത് എഴുതി വെക്കി, കുറിച്ച് വെക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ സയൻസ് പിന്നീടാണ് മനസ്സിലാക്കി തന്നത്. അപ്പം എന്നോട് പറഞ്ഞു നിനക്ക് എന്തൊക്കെ ആവശ്യം. അപ്പം നമ്മൾ സാധാരണ എല്ലാ വ്യക്തികളും പറയുന്ന പോലെ ഞാനും പറഞ്ഞു, എനിക്ക് നല്ല വീട് വേണം, നല്ല കാറ് വേണം, വിദേശങ്ങളിൽ കറങ്ങാൻ പോകണം, നല്ല ഫുഡ് കഴിക്കണം, ഡ്രസ്സ് മേടിക്കണം, പിന്നെ കുറച്ച് കാശ് കൂടുതലുണ്ടെങ്കിൽ അതിലേക്ക് സഹായിക്കണം. അപ്പോൾ ആൾ പറഞ്ഞ മറുപടി, ഇതൊക്കെ എല്ലാവർക്കുള്ള സ്വപ്നങ്ങളാണ്, ഓക്കെ, പക്ഷേ നമുക്ക് ചെറിയ ചെറിയ സ്വപ്നങ്ങൾ വേണം. അത് അച്ചീവ് ചെയ്ത് അതിൻ്റെ അകത്തൊരു സന്തോഷം കണ്ടെത്തിയാലേ നിനക്ക് വലുത് കിട്ടുള്ളൂ. അതുകൊണ്ട് നീ 100 സ്വപ്നങ്ങളെങ്കിലും എഴുതി വെക്കും. 100 അപ്പോൾ 100 നോക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ആൾ എടുത്ത് വഴിക്കാനോട് ചോദിച്ചു, ഇപ്പോൾ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എത്ര രൂപയാണ്? ഇപ്പോൾ 500 രൂപ 400 രൂപയുടെ ഡ്രസ്സ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ലൂയി ഫിലിപ്സ്, ജോൺ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2500-3000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഷർട്ട് കിട്ടും. അതൊക്കെ ഇട്ട് നീ ഒരാളുടെ മുന്നിൽ പോയിരുന്നു നോക്കും, ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്പം ഇല്ലല്ലോ, അത് എഴുതി വെക്കി. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻറ്റ് ഇന്ന ബ്രാൻഡ് കില്ലറിൻ്റെ ജീൻസൊക്കെ കിട്ടും, ഇത്ര രൂപ വരും. ചെരുപ്പ് ഞാൻ ഉപയോഗിക്കുന്ന 500 രൂപയുടെ ചെരുപ്പാണ്. അപ്പം എന്നോട് പറഞ്ഞ ബാറ്റ് 2000 രൂപ കൊടുത്ത് ബാറ്റ് കിട്ടും, ബെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വന്നിരുന്ന് ഡ്രീംസ് അങ്ങോട്ട് എഴുതാൻ തുടങ്ങി. ആ വീട്ടിൽ അന്ന് രാത്രി വന്നിരുന്നിട്ട്, രാത്രി 12 മണിക്കായിട്ട് വീട്ടിലെത്തിയത്, 12:30 തുടങ്ങി ഒരു 4:30 വരെ ഞാനിരുന്നിട്ട് എഴുതി വെച്ച ഡ്രീമുകൾ 147 എണ്ണമായി. അപ്പോൾ തന്നെ വലിയ കോൺഫിഡൻസ് ആയി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പോകണം. അതിന് ആൾ പറഞ്ഞെന്ന കുറച്ച് മറുപടി എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ആ ഡ്രീംസ് ആഴ്ചയിൽ ഒരിക്കലൊന്ന് വായിച്ച് നോക്കണം കേട്ടോ, എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ലാരിറ്റി വരുത്തണം, അത്രയും ആളാണ് പറഞ്ഞുള്ളൂ. പക്ഷേ ഈ മേഖല തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ഉപദേശം ഒന്നും തന്നോ? മേഖല ആൾ പറഞ്ഞത് ഗ്രീൻ എനർജി ദ ബെസ്റ്റ്. കാരണം അത്യാവശ്യം ആൾ ലേൺ ചെയ്തൊരു വ്യക്തിയാണ്, അത്യാവശ്യം ഒരു ഫോർസൈറ്റ് വിഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി അടുത്തൊരു 10, 30, 40 വർഷത്തേക്ക് ഇതിൻ്റെ ഒരു യുഗമാണ് വരാൻ പോണത്. അപ്പോൾ താങ്കൾ പേരിട്ടോ സ്ഥാപനത്തിന്? ഇല്ല, അന്ന് ആൾ പറഞ്ഞൊരു കാര്യം, നമുക്ക് സാധാരണ മലയാളീസ് എന്തൊരു സംഭവം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്കുള്ള സംഭവം സ്വന്തമായിട്ട് തുടങ്ങിയാൽ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാമല്ലോ. ആളപ്പം തന്നെ അതെന്നെ ബ്ലോക്ക് ചെയ്തു. അത് ശരി. എന്നോട് പറഞ്ഞത് നീ ഇപ്പം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏജൻസി എടുത്തിട്ട് നീ വർക്ക് ചെയ്യുക, പണി പഠിക്കുക, എന്നിട്ടൊരു 100 പ്രൊജക്റ്റെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നീ സ്വന്തമായിട്ട് തുടങ്ങും. അപ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ നീ പഠിക്കും. ഒന്ന്, 100 പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു 2 വർഷം കഴിയും. അപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവും, നിനക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നിനക്ക് മനസ്സിലാവും, നിലനിർത്താൻ പറ്റുമെന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ്, നെഗറ്റീവും പോസിറ്റീവും മനസ്സിലാവും. ഇതല്ലാതെ നീ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ് അല്ലേ. നീ ഒരു 10, 20, 100 പ്രൊജക്റ്റ് ചെയ്തിട്ട് നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50 പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ അത്ര ആൾക്കാരുടെ സർവീസ് അവിടെ പോകില്ലേ. നീ അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടിക്ക് പോയാൽ അത്ര ആൾക്കാർക്ക് അവിടെ സർവീസ് കിട്ടില്ല. ആ സർവീസ് മുഴുവൻ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ആയിരിക്കും. കൂട്ടുകാർക്കല്ല, ഇത് ആൾ പറഞ്ഞൊരു മറുപടി, ഫസ്റ്റ് നീ ഇത് മാർക്കറ്റ് ചെയ്യാൻ പോണത് നിനക്ക് പരിചയമുള്ളവരെടുത്താൽ, നാച്ചുറൽ മാർക്കറ്റ് എല്ലാവർക്കും ഉണ്ട്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, നൈബേഴ്സ്. ഇത് സർവീസ് കൊടുത്തില്ലെങ്കിൽ നാളെ നിനക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റില്ല. കല്യാണത്തിന് പോകുമ്പോൾ ആരെങ്കിലും അവിടെ വെച്ച് കാണുമ്പോൾ സർവീസ് കിട്ടാത്ത ഒരാളെ അപ്പോൾ ചോദിക്കും. അത് ഇമോഷൻ ഭയങ്കര നമ്മളെ പേഴ്സണാലിറ്റി എഫക്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിനൊന്നും നീ നിൽക്കരുത്. നീ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ പോയിട്ട് ഏജൻസി എടുത്തിട്ട് നീ സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ. അങ്ങനെയാണ് വീട്ടിൽ വന്നിട്ട് അതുകൊണ്ട് എഴുതി വെച്ചു, 100 പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഈ ഏജൻസി എടുത്തു. അതിന് എത്ര രൂപ വേണ്ടി വന്നു? അന്ന് ഏജൻസി എടുക്കാൻ ചെന്ന സമയത്ത് 50,000 രൂപ ആയിരുന്നു. കാരണം അവർ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലേക്കാണ് ഏജൻസി കൊടുത്തിരുന്നത്. അപ്പോൾ 50,000 രൂപ എന്ന് പറയുന്ന സമയത്ത് അന്ന് വലിയൊരു എമൗണ്ടാണ്, കയ്യിൽ കാശൊന്നുമില്ല.
അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ തന്നൂല്ല. അച്ഛൻ പറഞ്ഞു ഇതിക്ക് മുമ്പ് പാസ്റ്റ് എക്സ്പീരിയൻസ് കിടക്കുകയാണല്ലോ. 10-25,000 രൂപയ്ക്ക് ലോൺ എടുത്ത് തന്നിട്ട് ലാസ്റ്റ് 2 ഗഡു ഞാൻ അടയ്ക്കും, ബാക്കി അച്ഛൻ അടച്ച് തീർക്കും. അപ്പോൾ അച്ഛൻ ഐഡിയോറ് ഒരു കാര്യം ചെയ്തത്, എനിക്കൊന്ന് ആൻറ്റീനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ആൻറ്റിയുടെ ഗോൾഡ് പണയം വെച്ചിട്ട് 50,000 രൂപ വരെ ഞാൻ 60,000 രൂപ എടുത്ത്. കാരണം ഒരു 3 മാസം കഴിഞ്ഞാലേ ഒരു ബിസിനസ് ആയി വരുള്ളൂ. അപ്പോൾ ഒരു 10,000 രൂപ എക്സ്ട്രാ എടുത്ത്, വണ്ടി ഡെയിലി 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം. അന്ന് യൂണിക്കോൺ ബൈക്ക് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിൻ്റെ പെട്രോൾ അടിക്കാനുള്ള പൈസ എടുത്തിട്ടാണ് 60,000 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് ഫസ്റ്റ് കസ്റ്റമറെ കിട്ടിയോ? ഫസ്റ്റ് ഏകദേശം ഒരു 2 ആഴ്ച നടന്നപ്പോഴാണ് ഫസ്റ്റ് ഒരു വാട്ടർ ഹീറ്റർ, സോളാർ വാട്ടർ ഹീറ്റർ സെല്ല് ചെയ്യാൻ പറ്റി. ഓക്കെ. അതിനുശേഷം പിന്നെ അന്ന് കാലത്ത് ഈ ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞ സംവിധാനമൊന്നുമില്ല. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി വെച്ചിട്ടുള്ള സോളാർ പ്രൊജക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യവസായം കൊണ്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്കീം വന്നു. ഏകദേശം 92,000 രൂപ ഗവൺമെൻറ് സബ്സിഡി, 2 ലക്ഷം വരും, 92,000 രൂപ ഗവൺമെൻറ് തരും, ബാക്കി 1,08,000 രൂപ കസ്റ്റമർ അടച്ചാൽ മതി. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു 3 മാസം കൊണ്ട് അത്യാവശ്യം പ്രൊജക്റ്റുകൾ കിട്ടാൻ തുടങ്ങി. പൈസക്കാർ മാത്രമേ ചെയ്യുള്ളൂ. കാരണം 1 ലക്ഷം രൂപ എടുത്ത് തരണമെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു 15-14 വർഷം മുമ്പ് വലിയ തുകയായിരുന്നു. ഇന്നിപ്പോൾ ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കിൽ പോയിട്ട് 2 പേരെ ആൾജാമത്തിൽ 1 ലക്ഷം രൂപ കിട്ടും. ഇന്ന് വലിയ പ്രശ്നമില്ല. പക്ഷെ അന്ന് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് 1 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറയണത്. പക്ഷെ വൺ ടൈം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അന്ന് പവർ കട്ട് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷെ സോളാർ വെച്ച വീട്ടിൽ പവർ കട്ട് ഇല്ല. അത് നാട്ടുകാർ അവരെ നോക്കി കാണുന്ന ഒരു സംവിധാനം ഉണ്ട്. എവിടെ കറണ്ട് പോയാലും ഇവരുടെ വീട്ടിൽ കറണ്ട് പോവില്ല. അത് വലിയൊരു പോസിറ്റീവ് സൈനായിരുന്നു. അങ്ങനെ അത് വളർന്നു. അത് നന്നായിട്ട് വളർന്നു. കസ്റ്റമേഴ്സ് വരെ പോയി. ഇത് ഞാൻ പറഞ്ഞു 100 പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു സ്വന്തം ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചിട്ട് ഞാൻ 400 ചില പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് 2016 തേജസ് സോളാർ ടെക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എത്ര വർഷം എടുത്തത്? 4 വർഷം. അപ്പോൾ 1 വർഷം കൊണ്ടെന്നുള്ള പ്ലാനൊക്കെ മാറി 2 വർഷം 4 വർഷമായി. മാറി 4 വർഷമായെങ്കിലും 400 പേർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പഠിച്ചതിന് ശേഷം അപ്പോൾ അവിടെ റിസ്ക് ഒന്നുമില്ല. കാരണം സർവീസ് മറ്റേ കമ്പനി കൊടുത്തോളൂ, അവർ കൊടുത്തോളൂ. കാരണം എന്നോട് ആ ചേട്ടൻ തന്ന ഒരു ഉപദേശമുണ്ട്, അഥവാ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർ ചെയ്തോളൂ. ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞു താങ്കളുടെ? അതിനിടയ്ക്ക് 2014 കല്യാണം കഴിക്കണത്. കല്യാണം അതും ഞാൻ ട്രെയിനിങ്ങുകളൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 2007-8 കാലഘട്ടത്തിൽ ഒരു ട്രെയിനർ ഏതൊരു അമേരിക്കൻ പ്രസിഡന്റോ എന്തോ ആയ ഒരു കഥ പറഞ്ഞു. ആളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പരിചയപ്പെടും, ഡാറ്റ കളക്ട് ചെയ്യും, പിന്നെ ബർത്ത്ഡേ വിഷസും അതുപോലെ തന്നെ ആനിവേഴ്സറി ഡേറ്റ് ആകുമ്പോൾ ഒരു ലെറ്റർ വിടും. അങ്ങനെ 34 വയസ്സ് എന്തോ ആയപ്പോൾ 48 ലക്ഷം ഡാറ്റ ആളുടെ കയ്യിലായി. ആ സമയത്താണ് നോമിനേഷൻ കിട്ടുന്നത് പ്രസിഡന്റ് ആവാനുള്ളത്. പ്രത്യേകിച്ച് ഇയാളൊന്നും ചെയ്തില്ല. ഈ 48 ലക്ഷം പേർക്കും ലെറ്റർ അയച്ചു. പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവുക? ആൾ വിജയിച്ചു. എന്നിട്ട് ആ ട്രെയിനർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ചുമ്മാ ആൾക്കാരെ പരിചയപ്പെടുക, അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും ആയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവാം, ഒരു റോങ് കോൾ പോലും നിങ്ങളുടെ മൊബൈലിൽ വന്ന വെറുതെ കളയരുത്. കാരണം അത് ദൈവം എന്തിനോ തെറ്റിച്ച് വിടണതാണ്. ജസ്റ്റ് സേവ് ചെയ്ത് കോൾ കോൺടാക്റ്റിൽ വെക്കി. അപ്പോൾ അന്ന് തുടങ്ങി ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാരെ പരിചയപ്പെടും. ആ സമയത്താണ് ഒരു റോങ് കോൾ വരുന്നത് കോട്ടയത്ത് നിന്ന്. അപ്പം എന്നോട് ചോദിച്ചത് കൊല്ലമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊല്ലമല്ല, കൊടുങ്ങല്ലൂരാണെന്ന് പറഞ്ഞു. അയ്യോ സോറി കേട്ടോ, ഞാൻ കൊല്ലത്തിൽ വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു കോള് പോയില്ലേ, നമുക്ക് പരിചയപ്പെട്ടാലോ. കൊടുങ്ങല്ലൂർ വരുമ്പോൾ നിങ്ങൾക്കൊരു പരിചയക്കാരായി, കോട്ടയത്ത് വരുമ്പോൾ എനിക്കൊരു പരിചയക്കാരായി. അങ്ങനെ പരിചയപ്പെട്ടതാണ് വൈഫിൻ്റെ അച്ഛനെ. അത് ശരി, മനസ്സിലായില്ലേ? ആ ട്രെയിനർ ഒപ്പിച്ച പരിപാടിയാണ്. പക്ഷേ ഒപ്പിച്ചെന്ന് പറയാൻ പറ്റില്ല, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കണ സമയത്ത് അങ്ങനെ 2014 ആയപ്പോൾ അവരായിട്ട് നല്ല കണക്ഷനായി, വീട്ടുകാർ തമ്മിൽ നല്ല പരിചയമായി. അപ്പോൾ കല്യാണം കഴിക്കേണ്ട സമയമാകുമ്പോൾ ജാതി മതമൊന്നും നോക്കിയില്ല, ആരൊക്കെയാണ് കല്യാണം കഴിക്കാനുള്ളതെന്ന് നോക്കിയപ്പോൾ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. നമ്മൾ ഹിന്ദുവാണ്, അവർ ക്രിസ്ത്യനാണ്. പക്ഷേ വീട്ടുകാർ തമ്മിൽ ചോദിച്ചപ്പോൾ അവർ തമ്മിൽ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു, കല്യാണം നടത്താമെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ കല്യാണം നടത്തി. അത് ശരി. അപ്പോൾ അങ്ങനെയാണ് റോങ് കോളിൽ വന്ന കല്യാണമാണ് ജീവിതത്തിൻ്റെ. വെരി ഗുഡ്. അതാണ്. അപ്പോൾ നമുക്ക് തേജസ്സിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ തേജസ് എന്ന് പേര് ഇടാൻ കാരണം എന്താണ്? തേജസ് വരാൻ കാരണം ഇതേപോലെ സെയിം ഞാൻ പറഞ്ഞ ഫാമിലി സുഹൃത്തായിട്ട് ഞങ്ങൾ ഒരു തിരുവല്ല എന്ന സ്ഥലത്ത് ഒരു പോയ സമയത്ത് ഒരു അസോസിയേറ്റ് പ്രൊഫസറെ കണ്ടു. ആള് ബൈ ബർത്ത് ആസ്ട്രോളജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. മീൻസ് ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇവർ സോളാറിൻ്റെ മേഖലയിൽ ഒരു സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, സ്വന്തം ബ്രാൻഡ്. അപ്പോൾ അതിനൊരു പേര് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളിങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പേരൊന്ന് ആളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ് മകൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മകൻ്റെ ഫുൾ നെയിം തേജസ് ആണെന്ന് പറഞ്ഞു. തേജസ്സോട് കൂടിയവൻ, സാൻസ്ക്രിറ്റ് വേർഡാണ്. പറഞ്ഞു വേറെ പേര് നോക്കേണ്ട ആവശ്യമില്ല,
സൂര്യ തേജസ് തേജസ് എന്ന് ഇട്ടോളാൻ പറഞ്ഞു. ആ. അങ്ങനെയാണ് ആ പേര് വെരി ഗുഡ്. വരണത്. അതിന് 2 കാര്യങ്ങളുണ്ടായിട്ട്, ഒന്ന് സൂര്യനോട് സാമ്യമുള്ള ഒരു പേര്, തീർച്ചയായിട്ടും തേജസ് എന്ന് പറയുന്നത് സൂര്യൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെ. രണ്ടാമത് ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നീ മകൻ്റെ പേരിട്ട് കഴിഞ്ഞാലേ നീ നല്ല സർവീസ് കൊടുക്കും. കാരണം കസ്റ്റമേഴ്സിന് സർവീസ് കിട്ടിയില്ലെങ്കിൽ തേജസ് മോശമാണെന്നേ പറയുള്ളൂ. അപ്പൊ മോനെ ചീത്ത പറയാനോ ചീത്തയാക്കാനോ ഒരു അച്ഛൻ തയ്യാറാവില്ല. തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിട്ട്, ഒപ്പം തന്നെ എന്നോട് പറഞ്ഞൊരു ഇൻഫർമേഷൻ, വൈഫിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. വേറെ ഒന്നുമല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, ലേഡീസിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്താൽ ഒരാണ് ചെയ്യണേക്കാൾ ഒരു 2 ഇരട്ടി 3 ഇരട്ടി ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചെറിയത് വിശ്വാസമായിരിക്കാം. പക്ഷേ വൈഫിൻ്റെ പേരിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ശരത്തിന്റെ സ്ഥാപനത്തിന്റെ മകന്റെ പേരിട്ടു, ഭാര്യയാണ് ഉടമ, ശരത്താണ് ബിസിനസ് സെയിൽസ്മാൻ ഞാനാണ്. ഈ ആദ്യം കച്ചവടമൊക്കെ വന്നോ സ്വന്തമായിട്ട് ബ്രാൻഡൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട്? തീർച്ചയായിട്ടും. കാരണം പണിയെടുക്കേണ്ടി വന്നോ? പണിയെടുക്കേണ്ടി, അതായത് എനിക്ക് ചേട്ടൻ പഠിപ്പിച്ചെന്ന കുറേ ടെക്നിക്സ് ഉണ്ടായിരുന്നു. ആ ടെക്നിക്സ് എങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എൻ്റെ റിസൾട്ടിൽ എങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ വില ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എനിക്ക്. അത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊന്നും എവിടെ തടഞ്ഞു നിൽക്കേണ്ടി വന്നില്ല, അത് ഗ്രോ ചെയ്യാൻ പറ്റി. ഒരു കാലത്ത് താങ്കൾ ബൈക്ക് എടുത്തുകൊണ്ട് ഓരോ കസ്റ്റമറെ വീടുകളിൽ പോയി കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോഴും ഇഷ്ടമാണ്, ഇപ്പോഴും. അപ്പം അന്നത്തെ കാലത്ത് ഈ ബൈക്കുമായിട്ട് ഇങ്ങനെ ഡോർ നോക്ക് ചെയ്യാൻ പോയത് എത്ര പേരൊക്കെ കണ്ടിട്ടുണ്ടാവും? അന്ന് ഫസ്റ്റത്തെ 4 വർഷത്തിൽ 2 വർഷമാണ് ബൈക്കായിട്ട് നടന്നത്. പിന്നെ കല്യാണം കഴിച്ചു. പിന്നെ കല്യാണം കഴിച്ച് 6 മാസം കഴിഞ്ഞപ്പോൾ കാർ എടുത്തിട്ട് ഈ പരിപാടി തുടർന്നുകൊണ്ട് പോയി. പക്ഷെ അത് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ബൈക്ക് എടുത്ത് പോയി 400 പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1500-2000 പേരെ കണ്ടേ പറ്റും. 2000 പേരെ കണ്ടാലാണ് അതിനകത്ത് അന്ന് 25% റിസൾട്ട് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ ഒരു 100 പേരെ കണ്ടാൽ 25 പേരും സോളോ. കാരണം ദൈവം കറക്റ്റായിട്ട് നമ്മൾ ആ ആൾക്കാരിലേക്ക് തന്നെ എത്തിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു എൻ്റെ റിസൾട്ടിൽ വിശ്വസിച്ച് കാലത്തന്നെ ബൈക്ക് എടുത്തോ കാർ എടുത്തോ ഇറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് എത്തിക്കും. ഒരു ദിവസം എത്ര കസ്റ്റമറൊക്കെ മാക്സിമം കാണുമായിരുന്നു? അല്ല, എത്ര സെയിൽ കൺവേർട്ട് ചെയ്യുമായിരുന്നു? അതിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെയും ആ ഒരു ടെക്നിക്സ് പഠിപ്പിച്ച് തന്നപ്പോൾ എന്നോട് പറഞ്ഞത്, നീ നമ്പറിൽ വിശ്വസിക്കുക, വ്യക്തികളിൽ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം നീ തന്നെ ടാർഗറ്റ് ചെയ്യും. ഒരു ദിവസം നീ എത്ര ആൾക്കാരെ കണ്ടിട്ട് വീട്ടിൽ കയറും, ആ വിസിറ്റിംഗ് കാർഡ് മാത്രം എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഫസ്റ്റൊക്കെ 5 വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഇറങ്ങിയ കുറച്ച് നാളെ ഇറങ്ങി. പിന്നെ 25 വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഇറങ്ങിയിട്ട് 25 പേരെ കണ്ടിട്ട് വീട്ടിൽ കയറുള്ളൂ. വൈകുന്നേരത്തെ ഡിന്നർ കഴിക്കണമെങ്കിൽ ഞാൻ 25 പേരെ കണ്ട് ഈ കാർഡ് കൊടുത്തിട്ടുണ്ടാവണം. ഒരു സമയത്ത് കല്യാണം കഴിച്ച സമയത്തായിരുന്നു അത്. വൈഫായിട്ട് വൈകിട്ട് 6:30 ആയപ്പോഴത്തേക്കും പിന്നെ പുതിയ വീടുകൾ കയറാൻ പറ്റില്ല. കാരണം രാത്രി വൈഫിനോട് പറഞ്ഞ് 15 പേരെ കണ്ടിട്ടുള്ളൂ, ഇനി ഒരു 10 വിസിറ്റിംഗ് കാർഡ് കയ്യിലുണ്ട്, ഡിന്നർ കഴിക്കണമെങ്കിൽ 10 വിസിറ്റിംഗ് കാർഡ് കൊടുത്തേ പറ്റൂ. ഒരു സ്ഥലത്തെത്തി, ചന്ദ്രാപ്പനി എന്ന സ്ഥലത്തെത്തി, പുള്ളിക്കാരത്തിന് വന്ന് സൈഡ് വണ്ടിയിലിരുന്നു. കുറച്ച് കടകളുണ്ട്, അവിടെ കയറിയിട്ട് ഞാൻ ആൾക്കാർക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 6:30 ഞാൻ പോയിട്ട് രാത്രി 11:30 തിരിച്ച കാറിൽ വരുന്നത്. അന്ന് തിരിച്ചു വരുമ്പോൾ 3 പ്രൊജക്റ്റിൻ്റെ അഡ്വാൻസ് എമൗണ്ട് ആയിട്ടാണ് തിരിച്ചു വന്നത്. ഒരു പരിചയമില്ലാണ്ട് അവിടെ പോയിട്ട് സംസാരിച്ചെടുത്തു. അപ്പോൾ ആ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയില്ല, ആ 30 പേര് അല്ലെങ്കിൽ 25 പേരെന്നുള്ള നമ്പറിൽ വിശ്വസിച്ചിട്ടാണ് നമ്മളന്ന് വർക്ക് ചെയ്തത്. വെരി ഗുഡ്. അങ്ങനെ തേജസ്സിലേക്ക് വരാം. തേജസ് തുടങ്ങി, അതിൻ്റെ ഫസ്റ്റ് എംപ്ലോയി ആരാണ്? അപ്പോൾ തേജസ് ഫസ്റ്റ് ഒരു ഓഫീസ് തുടങ്ങി കഴിഞ്ഞിട്ട് അവിടെ പെയിൻ്റ് അടിക്കാനകത്ത് പാച്ച് വർക്കിനൊക്കെ ഒരു വ്യക്തി വന്നു. അത്യാവശ്യം ഇലക്ട്രിക് ബേസ് ഉണ്ട്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, ഈ ബാറ്ററിയുമ്പോൾ പ്ലസും മൈനസും കൊടുക്കാൻ നിനക്ക് പറ്റുമോ? കാരണം എനിക്ക് പേടിയാണ് കൊടുക്കാൻ. ഓക്കെ, നിനക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3-6 മാസം ആ പുള്ളിക്കാരാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പയ്യനെ ഓരോ സ്റ്റാഫുകൾ, എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്ത് ബിസിനസ് കൂടി. അങ്ങനെ ഒരു 2020 ആയപ്പോഴത്തേക്കും 14 സ്റ്റാഫായി. അങ്ങനെയാണ് നമ്മൾ അനർട്ട് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനിൽ എംപാനൽമെൻറ്റ് ചെയ്യണത്. ഓക്കെ. കാരണം കേരളത്തിൽ സബ്സിഡിയൊക്കെ കൊടുക്കുന്നത് അനർട്ടാണ്. അത് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയുടെ ഓർഗനൈസേഷനാണ്. അനർട്ടിൽ എംപാനൽമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്. അങ്ങനെ എംപാനൽമെൻറ്റ് ദൈവസഹായം കൊണ്ട് ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ അവർ സപ്പോർട്ടോടെ ചെയ്യാൻ പറ്റി. ചെയ്ത് 2021-22 കാലഘട്ടത്താണ് KICB സൗര പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വീടുകളിൽ സോളാർ ചെയ്യാനായിട്ട്, ഓൺ ഗ്രിഡ് ചെയ്യാനായിട്ട് എംപാനൽമെൻറ്റ് ക്ഷണിക്കുന്നത്. ഏകദേശം ഒരു 300-400ഓളം കമ്പനികളെ എംപാനൽമെൻറ്റിൽ കൊടുത്തെങ്കിൽ 37 കമ്പനിക്ക് അന്ന് എംപാനൽമെൻറ്റ് കിട്ടിയുള്ളൂ. കാരണം അവർ ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് എംപാനൽമെൻറ്റ് കൊടുത്തത്. കമ്പനികളുടെ സർവീസ്, ചെയ്ത പ്രൊജക്റ്റുകളുടെ ക്വാളിറ്റി.
പിന്നെ സ്വന്തമായിട്ട് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടോ എന്നുള്ളത്, സാലറിയിലുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ എംപാനൽമെൻറ്റ് കൊടുത്തത്. ഭാഗ്യത്തിന് അന്ന് ആ 37 ഒരു കമ്പനി തേജസ് സോളാർ ടെക്സ് ആയി. അതുകൊണ്ട് ഗുണമുണ്ടായോ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞൊരു 10 വർഷം അല്ലെങ്കിൽ 9 വർഷം കൊണ്ട് ചെയ്ത പ്രൊജക്റ്റ് ഒറ്റ വർഷം കൊണ്ട് ചെയ്യാൻ പറ്റി. എത്ര എണ്ണം ചെയ്തു ആ വർഷം? ഏകദേശം ഒരു 500 ദിവസം കൊണ്ട് 1200 1300 പ്രൊജക്റ്റ്. അത് വലിയൊരു ഓൾ കേരള എല്ലാ ഡിസ്ട്രിക്റ്റിലും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. ഇന്ന് തേജസ് എവിടെ എത്തി നിൽക്കുന്നു? എത്ര എംപ്ലോയീസ് ഉണ്ട്? ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 35ഓളം സ്റ്റാഫ് മന്ത്ലി സാലറിയിലുണ്ട്. ഏകദേശം ഒരു 25ഓളം സ്റ്റാഫ് വീക്കിലി സാലറി, അത് ഔട്ട്സോഴ്സിംഗ് ആണ്. 25 കുടുംബങ്ങൾ അങ്ങനെ. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഔട്ട്സോഴ്സിംഗിൽ ഇത്രയും പേരുണ്ട്. 35 സ്റ്റാഫുണ്ട്. ഏകദേശം ഒരു 60 കുടുംബങ്ങൾ ഇന്ന് നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്? ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം ഒരു 4000-ത്തിലധികം കസ്റ്റമേഴ്സായി 4000-ഓളം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ മാത്രം. വലിയ ഒരു വിജയത്തിൻ്റെ ഒരു സാക്ഷ്യക്കുറിപ്പാണത് അല്ലേ? ശരത്, താങ്കൾ ഈ സോളാർ മേഖലയിൽ 14 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. സോളാർ പലപ്പോഴും ഒരു കാലത്ത് ഇത് പെട്ടെന്നൊരു വിപ്ലവമായി മുന്നോട്ട് വരികയും പെട്ടെന്ന് തളരുകയും ഇതിനെക്കുറിച്ച് പല ചീത്തപ്പേരുകൾ പിന്നീട് ഉണ്ടാവുകയും, എന്നാൽ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു കുതിപ്പായിരുന്നു സോളാർ എന്ന് പറയുന്നത്. സോളാർ എന്തിനാണ് ഇന്നത്തെ കാലത്ത് ഈ സോളാറിലേക്ക് മനുഷ്യർ തിരിയേണ്ടത്? അതിൻ്റെ ആവശ്യകത എന്താണ്? നമുക്കറിയാം, ഇവിടെ ഗ്ലോബൽ വാർമിംഗ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു പ്രയോറിറ്റി മാക്സിമം സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കാർബണിൻ്റെ അളവ് പ്രകൃതിയിൽ കുറയും. അപ്പോൾ തന്നെ 1% കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഗവൺമെൻറ്റുകൾ തീരുമാനം എടുത്തിട്ടാണ് ഈ സബ്സിഡി. കാരണം ഒന്ന്, അവരുടെ ലാൻഡുകളിൽ ഇത് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ, കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ എല്ലാവരുടെ പുരപ്പുറം ഫ്രീ ആയി കിടക്കുന്നു. സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് അത് ചൂസ് ചെയ്യുന്നുണ്ട്. 78,000 സബ്സിഡി ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക്. ഒന്നത്. 2, നമുക്കറിയാം ഒരു സോളാർ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഫ്രീ ആയി കഴിഞ്ഞാൽ, ഒന്ന് AC മറ്റുള്ള എല്ലാം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. 2, ട്രാവലിംഗ് ഫ്രീ ആക്കാം. ഇലക്ട്രിക് കാറൊക്കെ എടുത്ത് ബൈക്ക് എടുത്ത് ട്രാവലിംഗ് ഫ്രീ ആക്കാം. 3, പാചകം ഫ്രീ ആക്കാം. അത് ചോദിക്കുമ്പോൾ തന്നെ ചോദിച്ചോട്ടെ, ഇപ്പോൾ പൊതുവേ ഈ സോളാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം കസ്റ്റമർ ആ ഒരു ലെവലിലേക്കാണോ, അതോ ഒരു സാധാരണക്കാർക്ക് ഈ സോളാർ പ്രയോജനപ്പെടുമോ? തീർച്ചയായിട്ടും. കുറച്ച് നാൾ മുമ്പാണ്, ഒരു 6 മാസം മുമ്പൊക്കെയാണ് ഒരു കോൾ എനിക്ക് വന്നു ചാലക്കുടി ഭാഗത്തുനിന്ന്. അപ്പോൾ ആൾ പറഞ്ഞ്, ഞാൻ ചോദിച്ചു എത്ര രൂപ കറണ്ട് ബില്ല് വരുന്നുണ്ട്. അപ്പോൾ 800 രൂപ ബില്ല് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, നോർമലി നിങ്ങൾക്ക് സോളാർ വെക്കേണ്ട ആവശ്യകത ശരിക്കും ഇല്ല, പിന്നെ എന്തിനാണ് സോളാർ വെക്കുന്നത്? അപ്പോൾ ആൾ എന്നോട് പറയുന്നത്, സാറേ ഞാൻ ലോട്ടറി ഏജൻറ്റാണ്. അപ്പോൾ ബൈക്ക് പഴയ ബൈക്കാണ്, അത് മാറ്റാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്ത് ഓടിക്കൂടെ? എങ്ങനെ വന്നാലും 1000-1200 രൂപ എനിക്ക് മാസം പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് EMI വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. പിന്നെ 800 രൂപ കറണ്ടില്ല, അപ്പോൾ 2000 രൂപ ചിലവായി. പ്ലസ് ഒരു 30-35 ദിവസം കൂടുമ്പോൾ ഗ്യാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 800 1000 രൂപ അതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10-3000 രൂപ എനിക്ക് വെറുതെ അല്ല, ആക്ച്വലി മന്ത്ലി ചിലവാണ്. ഞാൻ സോളാർ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 12,000 രൂപ EMI വരുള്ളൂ. എനിക്ക് 6000 രൂപ കറണ്ട് യൂസ് ആയാലോ? അത് ആരോ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആളെ. 6000 രൂപ കറണ്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ, ഞാൻ പകൽ മുഴുവനും വെയിലത്ത് കിടന്നിട്ട് കഷ്ടപ്പെടുക. എനിക്കൊരു AC മേടിക്കാനുള്ള കാശ് പോരെ, AC ഇട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ? അപ്പോൾ ഇപ്പോൾ ശരിക്കും സോളാർ ചെയ്യാൻ കയ്യിൽ കാശ് വേണ്ട. ഇപ്പം ജസ്റ്റ് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ജസ്റ്റ് EMI കൺവേർട്ട് ചെയ്താൽ മതി. അതിനുവേണ്ടി കാശ് കണ്ടെത്തണ്ട. അതുകൊണ്ട് ഏതൊരു സാധാരണക്കാരൻ എന്ന് താങ്കൾ പറഞ്ഞു വരുന്ന ഒരു 5000 രൂപ ബില്ല് വരുന്ന ആളല്ലേ, ഏത് ആൾക്കാർക്കും ഇതിലേക്ക് വരാം. അപ്പം അങ്ങനെയാണത് മാർക്കറ്റിൽ. അപ്പോൾ കേരളത്തിൽ അതിന് മാത്രം പൊട്ടൻഷ്യൽ ഉണ്ടോ? എത്ര ഒരു പൊട്ടൻഷ്യൽ എടുത്ത് നോക്കണേ, എത്രയാണ് അതിനുള്ളത്? ഇപ്പോൾ കേരളത്തിലൊരു ഇത് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ഏകദേശം ഒരു 2 കോടി കസ്റ്റമേഴ്സ് KSEBക്ക് ഉണ്ട്. ഏകദേശം ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തിട്ടുള്ള ചെറുതും വലുത് കൊമേഴ്സ്യലും ഡൊമസ്റ്റിക് ആയിട്ട് ഏകദേശം 2 കോടി. അതിനകത്ത് ഏകദേശം കണക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഒരു 2.5 ലക്ഷം ആൾക്കാർ സോളാർ ചെയ്തിട്ടുള്ളൂ. അത്രേ ചെയ്തിട്ടുള്ളൂ. അതായത് വളരെ കുറവാണ്. 2% പോലും എത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ ഒരു മാസം ഏകദേശം ഒരു 10,000-12,000 പ്രൊജക്റ്റ് പുതിയ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് പുതിയ 10,000-12,000 വീടുകളിൽ സോളാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന്
ആ 37 കമ്പനി, ഇപ്പോൾ ഞാൻ പറഞ്ഞു KSCയുടെ സൗര പ്രോജക്റ്റിൽ 37 കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കഥ അതല്ല, 1500 കമ്പനി ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ 1500 കമ്പനികൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 1500 കമ്പനികൾ കൂടിയിട്ടാണ് മാസം 10,000 12,000 പ്രൊജക്റ്റ് ചെയ്യണത്. ഇതിങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അടുത്തൊരു 10 വർഷത്തേക്ക് ചെയ്യാനുള്ള പ്രൊജക്റ്റ് ഇവിടെ തന്നെ ഉണ്ട്. കേരളത്തിൽ തന്നെ എവിടെയും പോകണ്ട, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല മാർക്കറ്റ് കേരളമാണ്. അത് വളരുന്നുണ്ട്, പിന്നെ തീർച്ചയായിട്ടും വളരും. തീർച്ചയായിട്ടും അത് ഒരു ഇലക്ട്രിക് കാർ എടുത്ത വ്യക്തി സോളാർ വെക്കാതെ വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടും. ഇലക്ട്രിക് കാർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, പണ്ട് 3 കിലോവാട്ട് 5 കിലോവാട്ട് വെച്ചിരുന്ന വ്യക്തികൾ ഇലക്ട്രിക് കാർ എടുത്തിട്ട് അത് 10 കിലോവാട്ട് ആക്കിയിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് കാർ എടുത്താൽ അവിടെ നമുക്ക് ഫ്രീ ഇലക്ട്രിസിറ്റി വേണം, എന്നാൽ അത് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു പൊട്ടൻഷ്യലാണ്. ഇലക്ട്രിക് കാർ ഇപ്പോൾ ആരൊക്കെ എടുത്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നോക്കി കഴിഞ്ഞാൽ ആരും എടുത്തിട്ടില്ല. അപ്പോൾ അത് എടുക്കും തോറും ഇലക്ട്രിസിറ്റി ആവശ്യകത വരും, സോളാറിലേക്ക് കൺവേർട്ട് ചെയ്തേ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിരവധി ചെറുപ്പക്കാരാണ് ഈ സോളാർ മേഖല, ഈ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു 2 ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള മോഹമാണ്. ഇത് തെറ്റൊന്നുമില്ല, പക്ഷെ എന്നാലും ഇത് അങ്ങനെ ഒരു ഇൻഡസ്ട്രിയല്ല, ഒരു സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർക്ക് ഒരു 14 കൊല്ലത്തെ ഒരു പ്രവൃത്തി പരിചയമുള്ള ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാനെടുത്തൊരു സ്ട്രാറ്റജി, എനിക്ക് ആ ചേട്ടൻ പറഞ്ഞ സ്ട്രാറ്റജി തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. കാരണം ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്, വേറെ കമ്പനികൾ ചെയ്ത. അതിൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ കഥ എനിക്കറിയാം. അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ട് സോളാർ നല്ലതാണെന്ന് കണ്ട് സോളാറിലേക്ക് എടുത്ത് ചാടി 125 പ്രൊജക്റ്റ് ചെയ്തു. ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്ത, കാരണം എല്ലാവർക്കും ഒരു നാച്ചുറൽ മാർക്കറ്റ് ഉണ്ട്. ആ നാച്ചുറൽ മാർക്കറ്റ് കഴിഞ്ഞാൽ 100 പേര് ഇൻഡസ്ട്രിയിലേക്ക്, അത് ഈ ഇൻഡസ്ട്രിയിലല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 100 പേരും ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ 80-85% ആൾക്കാരും ഫസ്റ്റത്തെ 2 വർഷം കൊണ്ട് നിർത്തിപ്പോവും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രശ്നം, സർവീസ് അവിടെ പെൻഡിങ് ആവും. ആ 125 പേര് സർവീസ് പെൻഡിങ് ആയിട്ട് ആൾ തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ഇന്ന് ആൾക്ക് നാട്ടിൽ വന്നാൽ ഒരു കല്യാണം കൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ എല്ലാവരോടും പറയാം, ചുരുങ്ങിയത് ഒരു 2-3 വർഷം അല്ലെങ്കിൽ 2 വർഷമെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഏജൻസി എടുത്തുകൊണ്ട് വർക്ക് ചെയ്ത് മിനിമം ഒരു 100 പ്രൊജക്റ്റിൽ മേലേക്ക് ശക്തമായി ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് വരുമ്പോൾ അവർ സ്വന്തമായിട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റും, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ ചെയ്തത് അങ്ങനെയാണ്, എനിക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അല്ല, അത് സർവീസ് ഓറിയൻറ്റഡ്, സർവീസ് ഓറിയൻറ്റഡ്. അതുകൊണ്ട് തന്നെ ചോദിച്ചോട്ടെ, ഇപ്പോൾ തേജസ് എന്ന് പറയുന്ന താങ്കളുടെ ഈ സ്ഥാപനം ആയിരക്കണക്കിന് പേര് മാർക്കറ്റിലുണ്ടെന്ന് താങ്കൾ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുന്ന എങ്ങനെ? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് എന്നെ വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്കൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ ഒരു ലൈഫാണ്. കാരണം മകൻ്റെ പേരാണ്, എൻ്റെ ഓണർഷിപ്പ് മെയിനായിട്ട് എടുക്കുന്ന വൈഫാണ്, ഞാനും കൂടെ അതിൻ്റെ അകത്ത് പാർട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് സർവീസിനാണ്. ഇപ്പോൾ ഒരു 2012 തുടങ്ങുന്ന സമയത്ത് പ്രൈസ് നെഗോഷിയേഷന് കാര്യമായിട്ട് നിൽക്കാറില്ല. കാരണം പ്രൈസ് നെഗോഷിയേഷൻ ചെയ്യുന്ന കസ്റ്റമർ ബെസ്റ്റ് കസ്റ്റമർ ആയിരിക്കില്ല. ലാസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം, അതിൽ താഴേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നവനും ഗുണമില്ല, ആ വ്യക്തിക്ക് ഗുണമില്ല. കാരണം ഇന്നറിയാം മാർക്കറ്റിൽ എങ്ങനെയാണ് പ്രൈസ് നെഗോഷിയേഷൻ ചെയ്യുമ്പോൾ ചീപ്പ് റേറ്റിൽ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട്, സർവീസും ചീപ്പാവും, വേറൊരു നിവൃത്തിയില്ല. അല്ലാണ്ട് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ബെസ്റ്റ് സർവീസ് ചീപ്പായിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാവരോടും പറയാണ്ട്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ കൊട്ടേഷനും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ കൊട്ടേഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 15,000-20,000 ഡിഫറൻറ്റ് കണ്ടേ പറ്റും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റി വയ്ക്കണം. തീർച്ചയായിട്ടും അത് ഏത് ബിസിനസ്സിലും ചെയ്യണം, പ്രത്യേകിച്ച് സോളാറിൽ ചെയ്തേ പറ്റും. കാരണം ഒരു 3 കിലോവാട്ട് സോളാർ ചെയ്യുമ്പോൾ ഒരു 10,000 രൂപ 12,000 രൂപ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റി വയ്ക്കണം. കാരണം 5 വർഷത്തേക്ക് ആ വ്യക്തിക്ക് സർവീസ് കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ 12,000 രൂപ 15,000 രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു 2-3 മാസം കച്ചവടം ഇല്ലാന്ന് വിചാരിക്കും, നിർത്തിപ്പോണ്ടി വരും. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. തേജസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല. തേജസ്സിനെ സംബന്ധിച്ച് ഇതെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളൂ. നമ്മൾ അങ്ങനത്തെ കച്ചവടങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ ഉള്ള കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും, നമുക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ റേറ്റിൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് വിളിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളെ അടുത്ത്. അതുതന്നെ ഒരു ഉപചോദ്യം. ആക്ച്വലി ഒരു കസ്റ്റമർ ഇന്ന് സോളാർ എടുക്കുന്നവർ 500 രൂപ 1000 രൂപ കുറയുന്നത് കൊണ്ട് ചാടിപ്പോകുന്ന ഈ കസ്റ്റമേഴ്സ് ഒരു സോളാർ വയ്ക്കാൻ ഒരു സ്ഥാപനത്തെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പലപ്പോഴും ചില കസ്റ്റമേഴ്സ് വിളിച്ചു ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ സർവീസ് കിട്ടണില്ല എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും എന്താ സർവീസ് കിട്ടാതെ. അത് ആ
വ്യക്തി തുടങ്ങിയൊരു കമ്പനിയായിരുന്നു, സബ്സിഡിയിലാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. പക്ഷേ ആ വ്യക്തി വേറൊരു കമ്പനിയുടെ പ്രൊഡക്റ്റ് എടുത്ത് തന്നിരുന്നത് ആ കമ്പനി ഏതാണെന്ന് പോലും കസ്റ്റമർ അറിയുന്നില്ല. അതൊരു സംഭവം. അപ്പോൾ എപ്പോഴും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊട്ടേഷൻ മേടിക്കുന്ന കമ്പനി ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രൊജക്റ്റിൽ എംബാൽഡ് ആണോ എന്ന് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക. അതൊരു കാര്യമാണ്. ഫസ്റ്റ് സെർച്ച് ചെയ്യണം. അത് എംബാൽഡ്. രണ്ടാമത് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു കാരണവശാലും ക്യാഷ് കൊടുക്കാതിരിക്കുക, ആ കമ്പനിക്ക് ചെക്കായിട്ട് കൊടുക്കുക. അത് ആ കമ്പനിയിലേക്ക് തന്നെ എത്തുള്ളൂ. അത് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കസ്റ്റമേഴ്സ്. കാരണം ഒരുപാട് പേര് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ 10,000 രൂപ മേടിച്ചുകൊണ്ട് പിന്നെ ആ വ്യക്തിനെ കണ്ടില്ല, ക്യാഷാണ് കൊടുത്തതെന്ന് പറയും. ക്യാഷ് കൊടുത്താൽ നമുക്കൊരു തെളിവില്ല. എപ്പോഴും ചെയ്യേണ്ടത് അവർ കമ്പനിയുടെ പേരിൽ ചെക്ക് കൊടുക്കുക. അതാണ് ഫസ്റ്റ് അവർ ഗൂഗിളിൽ ചെക്ക് ചെയ്യേണ്ടത്, ഈ കമ്പനി എംബാൽമെൻ്റ് ആണോ. 2, ആ കമ്പനിയുടെ പേരിൽ ചെക്ക് കൊടുക്കുക, ക്യാഷ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഏകദേശം ആ കമ്പനിയുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഹിസ്റ്ററി ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്ത കമ്പനികൾ പറയും ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവരെ നെറ്റ്വർക്ക് ചെക്ക് ചെയ്താൽ മതി, ആർക്കും ബിസിനസ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം, ഒരു ബാർബർ ഷോപ്പ് തുടങ്ങണമെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ സലൂൺ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ ഇന്ന് സോളാർ തുടങ്ങുന്ന ആൾക്കാരുടെ ഓഫീസ് കണ്ടു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ഓഫീസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വിജയിക്കണമെങ്കിൽ വിജയിക്കട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങണം. അങ്ങനെ തുടങ്ങുന്ന ആൾക്കാർക്ക് കൊടുക്കണോ വേണ്ടതെന്ന് കസ്റ്റമർ തീരുമാനിക്കുക. ആ ഓഫീസൊന്ന് പോയി കാണാം, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ. കാരണം ആ ഓഫീസിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സീരിയസ് ആണോ ഇല്ല. കാരണം സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഭാര്യയുടെ കെട്ടുതാൽ ഒരു പണയം വെച്ച ഓഫീസ് തുടങ്ങിയിട്ടുണ്ടാവും. അത് ഇത്രയുള്ളൂ. അവന് വിജയിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ്റെ ഓഫീസ് കണ്ടാൽ മതി. ആ ഓഫീസ് കണ്ടു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10-15 ലക്ഷം രൂപയുടെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് അത്യാവശ്യം ജോലിക്കാരെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഒരു പ്രൊജക്റ്റ് കൊടുക്കാൻ. അല്ലാതെ ഇന്നിപ്പോൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോൾ ചെയ്യുക, എത്ര രൂപയാണ്, ഇത്ര രൂപയാണ്, എന്നെ കമ്പനി ഇത്ര രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ അവർക്ക് കൊണ്ട് ജീവിക്കുകയാണ്. അതൊരു ആളെ പോലും കാണുന്നില്ല. ജസ്റ്റ് പ്രൈസ് മാത്രം നോക്കുന്നവർ 2-3 വർഷം കഴിഞ്ഞാൽ ശരിക്കും അവർ വിട്ടുപോകുന്നുണ്ട്. എല്ലാവരും എന്ന് പറയുന്നില്ല, മെജോറിറ്റി വിട്ടുപോകും. കാരണം ഈ കമ്പനി എന്താണെന്ന് സ്റ്റഡി ചെയ്യാണ്ടാണ് കൊടുക്കുന്നത്. താങ്കളൊരു വലിയ സ്വപ്നങ്ങളൊക്കെ എഴുതി വെച്ച് 147 സ്വപ്നങ്ങളാണ് എഴുതി വെച്ചത്. ആ സ്വപ്നങ്ങളൊക്കെ പിന്നീട് പൂർത്തീകരിച്ചോ? ബൈക്കിൽ പോയി നടന്ന ആൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കല്യാണം 2014 കഴിഞ്ഞു. ഫസ്റ്റ് കാർ എടുക്കുന്നത് റിറ്റ്സ് കാറാണ്. കാരണം അന്ന് എഴുതി വെച്ച സ്വപ്നങ്ങൾ ആ ചേട്ടൻ പറഞ്ഞിരുന്നത്, എടാ ബെൻസും BMW ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്, ആദ്യം തന്നെ അത് എഴുതരുത്. നീ ഫസ്റ്റ് ഒരു കാർ മേടിക്കുമ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ കാർ മേടിക്കും, പിന്നെ മേടിക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കാർ മേടിക്കും, പിന്നെ ഒരു 20-25 ലക്ഷം രൂപയുടെ കാർ മേടിക്കും. എന്നിട്ട് എന്ത് ചെയ്യാതെ മതി, പ്രീമിയം കാറിലേക്ക് പോയാൽ മതി. അങ്ങനെ ആ ഒരു യാത്ര, റിറ്റ്സ് കാർ എടുത്തു, 1 ലക്ഷം കിലോമീറ്റർ ഓടി. അതിന് വെച്ച് നെക്സോൺ കാർ എടുത്തു, അതിന് കഴിഞ്ഞിട്ട് ഇന്നോവ എടുത്തു. അതിനുശേഷമാണ് ഇലക്ട്രിക് യുഗം വരണത്. ആ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കാറ്, ഇന്നിപ്പോൾ വേൾഡിലെ നമ്പർ 1 കാറാണ് BYDയുടെ E6 എന്ന് പറഞ്ഞ കാർ എടുത്തു. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ ഓടി. ഇന്ന് 1.5 വർഷം മുമ്പ് ബെൻസിൻ്റെ EQE എന്ന് പറഞ്ഞ ഇലക്ട്രിക്, അതായത് E ക്ലാസിൻ്റെ SUV ഇലക്ട്രിക് എടുത്തു. ഏകദേശം 550 കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഓടാൻ നമുക്ക് വളരെ കംഫർട്ട് യാത്രയാണ്. സോളാറാണ് നിങ്ങൾ ഇതെല്ലാം സോളാറാണ്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 4.5 വർഷമായിട്ട് പുറത്തുനിന്ന് പെട്രോളിന് കാശ് ചിലവാക്കേണ്ടി വന്നിട്ടില്ല. വീട്ടിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുക, ഓടാം. അപ്പോൾ അതും ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ഞാൻ താമസിക്കുന്നത് കൊടുങ്ങല്ലൂരാണ് എൻ്റെ സ്ഥലം. ഇടവിലങ്ങാണ് വീടുള്ളത്. ഇപ്പോൾ ഒരു 4 മാസം മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഫ്ലാറ്റ് എടുത്ത് ഇരിഞ്ഞാലക്കുടയ്ക്ക് മാറി. ആ മാറിയ സമയത്ത് അവിടെയും നോക്കുന്ന സമയത്ത് അവിടെയും സോളാർ വെച്ചിട്ടില്ല. പക്ഷേ KEB നമുക്ക് തരുന്ന ഒരു അവസരമുണ്ട്. ഒരു വീട്ടിൽ സോളാർ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എവിടെയെങ്കിലും നമ്മുടെ പേരിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടേക്ക് ബാലൻസ് കറണ്ട് വീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇപ്പോൾ 2 ഇടത്തും ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്, 2 ഇടത്തും കാർ ചാർജ് ചെയ്യുന്നുണ്ട്, പാചകം ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ താങ്കൾ ഒറ്റയ്ക്ക് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. നിരവധി പരാജയങ്ങൾ കഴിഞ്ഞിട്ടാണത് തുടങ്ങിയത് തന്നെ. സോളാറിലേക്ക് കൈവച്ചു, സ്വന്തം മകൻ്റെ പേരിട്ടു തേജസ്. ഭാര്യയാണ് സ്ഥാപനത്തിൻ്റെ ഉടമ. ഇന്ന് 4000 കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതിൽ ഡീലേഴ്സ് എത്ര പേരുണ്ട്? ഇന്നിപ്പോൾ എക്സ്പാൻഷൻ ടൈമാണ് നിൽക്കുന്നത്. കാരണം അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45ഓളം ഡീലേഴ്സ് ഇന്നുണ്ട്. അതിനകത്ത് 6-7ഓളം ഓഫീസുകളുണ്ട് നമുക്ക്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു PM സൂര്യഘർ എന്ന് പറഞ്ഞ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ആഗ്രഹം അടുത്തൊരു 30,000 പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 300 കുടുംബങ്ങൾ തേജസ് വഴി അവർക്കൊരു മാസ വരുമാനം കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ദൈവസഹായം കൊണ്ട് ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് നമ്മളുടെ സ്വപ്നങ്ങൾ നേടി എടുത്താൽ മാത്രമേ വേറൊരാൾക്ക് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ദൈവസഹായം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു സോളാറിൻ്റെ മേഖലയിൽ തന്നെ 8ഓളം രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റി. അപ്പോൾ ഇനി ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കൂടെ നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ പണ്ട് കഥയിൽ ഇതിൽ ഒറിജിനൽ കേട്ടിട്ടുണ്ട്, ഏതൊരു രത്നവ്യാപാരി കാറുകൾ കൊടുത്തതും ഫ്ലാറ്റുകൾ കൊടുത്തതും. അപ്പോൾ നമ്മൾ ആ ഡ്രീമുകളായി. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 3 വർഷം മുമ്പ് ദൈവസഹായം കൊണ്ട് ഒരു 5 വർഷം നമ്മളോടൊപ്പം നിന്നൊരു ആൾക്ക് കാറ് ദൈവസഹായം കൊണ്ട് നമ്മളോട് കൊടുക്കാൻ പറ്റി. ഇനി 2026-27 ഒരു 10 കാറെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വർക്ക് ചെയ്യണത്. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ അവരെയും കൊണ്ടുപോകണം, ഒപ്പം നിൽക്കുന്നവരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസിൽ കുറച്ച് എലിജിബിൾ ആയിട്ടുള്ളൊരു 15 പേരായിട്ട് ഇപ്പോൾ അധികം വൈകാതെ 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശരത്തിൻ്റെ ഇന്നത്തെ ഈ വിജയത്തിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ താങ്കളത് പറയും? ഇതിന് പിന്നിൽ ഫസ്റ്റ് ഫാമിലി. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അച്ഛനമ്മയും എനിക്ക് നമ്മളെ വളർത്തിയ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആരെയും പറ്റിക്കരുത്, നല്ല രീതിയിൽ തന്നെ ജീവിക്കണം, മറ്റുള്ള നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആർക്കും ദോഷമോ വിഷമങ്ങളോ ഉണ്ടാവാൻ പാടില്ല. അതിന് ശേഷം കല്യാണം കഴിച്ചപ്പോൾ വൈഫിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. കാരണം ഞാൻ സ്പിരിച്വൽ അറിയുന്നത് ഞാൻ പറഞ്ഞ ആ ചേട്ടനിലൂടെയാണ് പലപ്പോഴും സ്പിരിച്വൽ എന്താണെന്ന് അറിയണത്. പക്ഷേ ഓൾറെഡി വന്ന എൻ്റെ പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ അതിൻ്റെ അങ്ങേയറ്റത്തൊരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. പിന്നെ മകൻ്റെ സപ്പോർട്ട് അതും വളരെയധികം വളരെ വലുതാണ്. ഇതാണ് എൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അവരുടെ സപ്പോർട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് നമ്മളെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. അവർ 9 വർഷമായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുണ്ട്, 5 വർഷമായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരാണ് കാരണം ഒരു കാര്യം ഉറപ്പല്ലേ, നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ വെച്ചാലും ഒരു വ്യക്തിക്ക് ഒന്നും തീരുമാനമെടുത്ത് എവിടേക്ക് എത്താൻ പറ്റില്ല. ടീം ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് വരുള്ളൂ. എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ എൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ടീമാണ്. അത് വളരെയധികം പ്രാധാന്യമാണ്. കാരണം അവർക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് വേണ്ടിയിട്ട് ഇനി എനിക്ക് ചെയ്തു തുടങ്ങണം. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാലും പോരാ, ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഒപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ വളരെ സപ്പോർട്ടാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ വിളിച്ചിട്ട് ഒരു റിവ്യൂ തരണം എന്ന് പറഞ്ഞാൽ അതിനെന്താ, ഉള്ള കാര്യമില്ല, നമുക്ക് തരാമല്ലോ. അപ്പോൾ കസ്റ്റമറിൻ്റെ സപ്പോർട്ടും വളരെയധികം വാല്യുബിളാണ്. അത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്, നീ ഇന്ന് വാ, കുറേ നാളായാലോ കണ്ടിട്ട്. കാരണം അത് നമ്മൾ ആ രീതിയിൽ അവരെ ഡീൽ ചെയ്യുന്നതിൻ്റെ പേരിലാണ്, സെർവ് ചെയ്യുന്നതിൻ്റെ പേരിലാണ്. എന്തായാലും അവരൊക്കെ സപ്പോർട്ടാണ് ഇന്ന് ഈ ലെവലിൽ ഇവിടെ ഇരിക്കാൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ 3 വിഭാഗങ്ങൾ: ഫാമിലി, ടീം, കസ്റ്റമേഴ്സ്. നിങ്ങൾ കേട്ടു ശരത് എന്ന ഈ സംരംഭകൻ്റെ വിജയഗാഥ. അദ്ദേഹം പല പരാജയങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പരാജയങ്ങൾ അദ്ദേഹം പരാജയമാണ് എന്നല്ല എന്നോട് പറഞ്ഞത്, അതിനോട് പഠനങ്ങളായിരുന്നു എന്നാണ്. തീർന്നില്ല, അദ്ദേഹം ഒരു കർമ്മമേഖല. നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ 3 തരം സെഗ്മെൻറ്റുകളുണ്ട്. ഒന്ന് ഡൈയിങ് പ്രോഡക്റ്റ്, ടുഡേ, അതായത് പ്രസൻറ്റ് പ്രോഡക്റ്റ്, ഫ്യൂച്ചർ പ്രോഡക്റ്റ്. നമ്മൾ എന്തിലേക്ക് ഇറങ്ങുമ്പോഴും ഡൈയിങ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ഇതിനൊക്കെ വളരെ പ്രസക്തി ഉണ്ടായിരുന്നു, ഇനി ഭാവിയിൽ പ്രസക്തി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ചിലതുണ്ട് ഇന്ന് നല്ല കച്ചവടമാണ്, പക്ഷേ ഭാവി എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവില്ല. ചിലതുണ്ട് ഇന്നിവിടെ ഉണ്ട്, പക്ഷെ പൊട്ടൻഷ്യൽ ആയിട്ടില്ല, ഭാവിയിൽ ഇത് പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു കർമ്മമേഖല 14 വർഷം മുമ്പ് കണ്ടെത്തി, അതിനായി പണം മുടക്കി, സമയം മുടക്കി അവിടെ പോയിരുന്ന് പഠിച്ചു സോളാർ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം ചെയ്ത മാർഗം. അദ്ദേഹം നേരെ തന്നെ കോടികൾ മുടക്കി കസ്റ്റമേഴ്സിനെ പറ്റിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാനെന്നുള്ളതല്ല ചിന്തിച്ചത്. അദ്ദേഹം വളരെ എളിമയോടുകൂടി അതിനെക്കുറിച്ച് പഠിക്കാൻ ചെറിയ രീതിയിൽ തുടങ്ങി. 100 ടാർഗറ്റ് വെച്ച് 400 എണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ കുറിച്ച് വെച്ച്. എൻ്റെ കോച്ചിങ് പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ പാർട്ടിസിപ്പൻസിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഡോണ്ട് തിങ്ക് ഇറ്റ്, ഇങ്ക് ഇറ്റ്. ഒന്നുകൂടെ, ഡോണ്ട് തിങ്ക് ഇറ്റ്, ഇങ്ക് ഇറ്റ്. എന്ത് കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടിരിക്കരുത്, കുറിച്ച് വയ്ക്കണം. 147 സ്വപ്നങ്ങൾ കുറിച്ച് വെച്ച അദ്ദേഹമാണെന്ന് മെർസിഡസ് ബെൻസ് ഓടിച്ച് ഈ സ്പാർക്കിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ എൻ്റെ മുന്നിലിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ കഠിനാധ്വാനം ചെയ്തിട്ടാണ് അദ്ദേഹം വിജയിച്ചത്. സോളാർ ഇന്ന് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുന്ന പോലെ കേരളത്തിൽ അദ്ദേഹം തന്നെ സാക്ഷ്യം പറയുന്നു, 2 കോടി KSEBക്ക് ഉപഭോക്താക്കളുണ്ടെങ്കിൽ 2 ലക്ഷം പേരെ ആകെ സോളാർ എടുത്തിട്ടുള്ളെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ അനന്തമാണ്. ഇത്തരം നല്ല വിഷനുള്ള സംരംഭകരുണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യൽ അവരെ തേടി വരിക തന്നെ ചെയ്യും. സോളാർ സർവീസ് ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ സോളാർ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങൾ, ശരത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ശരത്ത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ വൈകി കല്യാണം കഴിയുകയും വളരെ ചെറിയ രീതിയിൽ സെയിൽസിൽ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ഇന്ന് സോളാറിൽ തന്നെ ഒരു വലിയ ബ്രാൻഡായി തേജസ് വളർത്തിയിട്ടുണ്ടെങ്കിൽ താങ്കളുടെ നന്മയാണ്, താങ്കളുടെ കുടുംബത്തിൻ്റെയും താങ്കളുടെ ടീം അംഗങ്ങളുടെയും കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ആ സപ്പോർട്ട് തന്നെയാണ്. ഇനി ഉയരങ്ങളിലെത്തട്ടെ, താങ്കൾ കണ്ട സ്വപ്നങ്ങളെല്ലാം പൂവണിയട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ നല്ല പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.